മിക്സിയിൽ ഒന്ന് കറക്കി വളരെ എളുപ്പത്തിൽ ഓവനൊന്നും ഇല്ലാതെ റിബൺ കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ വനില സ്പോഞ്ച് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് മിക്സറിൻ്റെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഹൈ സ്പീഡിൽ ഒരു 30 സെക്കൻഡ് നേരത്തേക്ക് നല്ല പോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ലോ സ്പീഡിൽ വേണം കറക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൊണ്ട് വീണ്ടും ലോ സ്പീഡിൽ ഒന്ന് കറക്കിയെടുക്കാം. ഇതൊരൽപ്പം കട്ടിയായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാല് റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന പാലും മുട്ടയും ഒക്കെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. നമ്മളുടെ വാനില സ്പോഞ്ചിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് ഞാനിവിടെ നന്നായിട്ട് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നമുക്ക് എല്ലാ ഭാഗത്തേക്കും സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2-3 പ്രാവശ്യം നല്ലപോലെ ടാപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ബേക്ക് ചെയ്യുന്നത് ഓവനൊന്നും ഇല്ലാതെയാണ്. നമ്മളുടെ ഓവൻ സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരല്പം വലിയ അലുമിനിയം പാത്രവും അതിലേക്ക് ഉപ്പും ഒരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് നേരം നല്ലപോലെ പ്രീഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവൻ സെറ്റപ്പാണ് ഇത്. ഇതിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് 20 മിനിറ്റ് നേരം ബേക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മളുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി കിട്ടിക്കോളും. അപ്പോൾ ഇതാ ഇപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് കുത്തി നോക്കുക. നീറ്റായിട്ട് വരുന്നില്ലെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമ്മളിവിടെ ചോക്ലേറ്റിൻ്റെ സ്പോഞ്ചാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് മിക്സറിൻ്റെ ജാറിലേക്ക് വീണ്ടും ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. കൂടെ തന്നെ 1/4 കപ്പ് പഞ്ചസാരയും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ വീണ്ടും ഹൈ സ്പീഡിൽ ഒരു 30 സെക്കൻഡ് നേരത്തേക്ക് നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്ത് കൊടുത്താൽ പിന്നെ എപ്പോഴും ലോ സ്പീഡിൽ മാത്രമേ കറക്കി കൊടുക്കാൻ പാടുള്ളൂ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് മൈദ എടുത്തതിൽ നിന്നും അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ 1/2 കപ്പ് മൈദയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാറ്റിയെടുത്തിരുന്നു. അതിന് പകരമായിട്ട് നമ്മളിവിടെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള കൊക്കോ പൗഡറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും ലോ സ്പീഡിൽ നമുക്കിതൊന്ന് കറക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പാലും കൂടെ ചേർത്ത് വീണ്ടും ലോ സ്പീഡിൽ ഒന്ന് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചോക്ലേറ്റിൻ്റെ ബാറ്റർ റെഡിയായി. 2 ബാറ്റർ തയ്യാറാക്കുന്നതും ഏകദേശം സെയിം തന്നെയാണ്. കൊക്കോ പൗഡർ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും കേക്ക് ടിന്നിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവൻ സെറ്റപ്പിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവൻ സെറ്റപ്പാണ്. അതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വീണ്ടും 20 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. 20 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മളുടെ ചോക്ലേറ്റ് സ്പോഞ്ചും നന്നായിട്ട് തന്നെ ബേക്കായി കിട്ടിക്കോളും. ഇപ്പോൾ അതായത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് കുത്തി നോക്കിയാൽ മതി. ഇതിൻ്റെയും ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചൂടാറി വന്നതിന് ശേഷം ഈ ഒരു കേക്കിൻ്റെ അരികുകളും അതുപോലെ തന്നെ ലെവലല്ലാത്ത ഭാഗങ്ങളൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്തെടുക്കണം നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ മുകൾ ഭാഗത്തു നിന്നും കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അരികുകളും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ആ ഒരു ക്രിസ്പി ആയിട്ട് തോന്നുന്ന ഭാഗമൊക്കെ ഞാനൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ചോക്ലേറ്റ് സ്പോഞ്ചും ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ 2 സ്പോഞ്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലേക്കായിട്ട് ബട്ടർ ക്രീമാണ് നമ്മൾ തേച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം. ബട്ടർ ക്രീമിനായിട്ട് ഒരു ബൗളിലേക്ക് 75 ഗ്രാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ് ഇട്ട് കൊടുക്കേണ്ടത്. നേരത്തെ പുറമേ എടുത്ത് വെച്ചാൽ മതി. ഇതിലേക്ക് 1/2 കപ്പ് ഐസിങ് ഷുഗറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഐസിങ് ഷുഗർ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. 1 കപ്പ് സാധാരണ പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ട് മിക്സറിൻ്റെ ജാറിലിട്ട് നല്ല പോലെ തന്നെ പൊടിച്ചെടുത്താൽ മതി. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. 1/2 കപ്പ് ആദ്യം ചേർത്ത് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തു. വീണ്ടും 1/2 കപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ടോട്ടലായിട്ട് 1.5 കപ്പ് ഐസിങ് ഷുഗറാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്.
75 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരുന്നത്. അപ്പോൾ അതിലേക്കായിട്ട് 1.5 കപ്പ് ഐസിങ് ഷുഗറാണ് ആവശ്യമായിട്ടുള്ളത്. അത് കുറച്ച് കുറച്ചായി ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബട്ടർ എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് മിക്സറിൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. എളുപ്പത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും അതുപോലെ തന്നെ 1 ടീസ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് ഈ ഒരു രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ബീറ്ററൊന്നും ആവശ്യമില്ല. ഇതുപോലെ മിക്സറിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല ക്രീമി ആയിട്ട് തന്നെ നമുക്ക് ബട്ടർ ക്രീം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ബട്ടർ ക്രീം നമ്മളുടെ ആ ഒരു കേക്കിൻ്റെ നടുവിലേക്കായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് തിക്കായിട്ടൊന്നും സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ലെയർ പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് അടുത്ത സ്പോഞ്ചും കൂടെ വെച്ച് കൊടുത്ത് ഒന്ന് അമർത്തിയെടുക്കുന്നുണ്ട്. ഞാനിതിൻ്റെ നടുവേ ഒന്ന് മുറിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. മുറിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ബട്ടർ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം 4 ലെയറായിട്ടാണ് ഈ ഒരു റിബൺ കേക്ക് ഞാനിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഇവിടെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ബട്ടർ ക്രീം നല്ലപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു ലെയർ പോലെ തയ്യാറാക്കി എടുത്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ലെയർ പോലെ ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് അമർത്തി കൊടുക്കാം. നല്ല പോലെ തന്നെ അതവിടെ പറ്റിപ്പിടിച്ച് നിന്നോളും. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് പുറമേ വെച്ചാൽ തന്നെ അത് നന്നായിട്ട് പറ്റിപ്പിടിച്ച് നല്ല കട്ടിയായിട്ട് തന്നെ നിന്നോളും. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്നത് നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമ്മളുടെ റിബൺ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ഇത്ര സിമ്പിളായിട്ടാണല്ലേ നമുക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന റിബൺ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നത്. ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെ നമുക്കിത് ബട്ടർ പേപ്പറിൽ ഒന്ന് കവർ ചെയ്തും കൂടി എടുക്കാം. ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബട്ടർ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. പശയൊക്കെ ആക്കുന്നതിനേക്കാൾ അതാണ് നല്ലത്. അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ നന്നായിട്ട് പറ്റിപ്പിടിച്ച് നിന്നോളും. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള നമ്മളുടെ റിബൺ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ വാനില ചോക്ലേറ്റ് ഫ്ലേവറിലാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ മാറ്റിയിട്ടും ഒക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അതുപോലെ തന്നെ നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഉള്ള ബട്ടർ ക്രീം ഒന്നും ഒലിച്ചിറങ്ങി വരുമൊന്നുമില്ല. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയൂ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.